കാമാക്യ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 37,416 ഓഡോമീറ്റർ റീഡിങ്. നമ്മളിവിടെ ഗുവാഹട്ടിയിലാണ്. പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് ദിവസം അങ്ങനെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ. നോർത്ത് ഈസ്റ്റ് നമ്മൾ ഇന്നിപ്പോൾ ജസ്റ്റ് മേഘാലയ ബോർഡർ പോയി തിരിച്ച് നമ്മൾ ബംഗാളിലേക്ക് ഇറങ്ങുക. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും യാത്ര. ഞാൻ യാത്രയിലെ പല പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് സമയം കുറവാണെന്നുള്ളത്. ഇപ്പോൾ ഇനി എന്തായാലും നാഗാലാൻഡ്, മിസോറാം സൈഡൊന്നും, ത്രിപുര അതൊന്നും പോകാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഇനി ഒരു 2-3 ആഴ്ച കൊണ്ട് നാട്ടിലെത്താനാണ് പ്ലാൻ. കാരണം ഇനി നമുക്ക് പോകേണ്ട കുറച്ച് സ്റ്റോപ്പുകൾ കവർ ചെയ്ത് അങ്ങനെ നേരെ വെച്ച് പിടിക്കാന്നേ ഉള്ളൂ. കാരണം ഇനി ഒരുപാട് ലേറ്റ് ആവാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഇത് യാത്ര തീർക്കാമെന്ന് വിചാരിക്കുക. കാരണം എല്ലാ സ്റ്റേറ്റും കൂടെ ടച്ച് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. ഞാൻ മൊത്തം ഇരുന്നൊന്ന് കൂട്ടി നോക്കി, പനി പിടിച്ചിങ്ങനെ കിടക്കുമ്പോൾ മൊത്തം ഇരുന്നൊന്ന് കൂട്ടി നോക്കി ദിവസങ്ങൾ. അപ്പോൾ അത് നടക്കില്ല. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു. ഇപ്പോൾ 3 മാസമായി യാത്ര തുടങ്ങി. ഇന്ന് ഒക്ടോബർ 13, ജൂലൈ 13 യാത്ര തുടങ്ങിയത്. അപ്പം എല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ. ഇപ്പോൾ ഏകദേശം 15,100 കിലോമീറ്റർ ആയി. അപ്പോൾ ഇനി ഒരു 5,000 കൂടി ഓടിത്തീരാനുണ്ടാവും. 5,000-ലധികം ഉണ്ടാവും. ഏകദേശം നമ്മളുടെ ടാർഗറ്റ് അല്ല, കാൽക്കുലേറ്റഡ് എസ്റ്റിമേറ്റ് 25,000 ആയിരുന്നു ടോട്ടൽ. അത് നമ്മളൊരു 20,000 സംതിങ്ങിൽ നമ്മൾ നിർത്തും യാത്ര. ഓക്കെ, എനിവേ 20,000 കിലോമീറ്ററും ചെറുതല്ല. ഏതായാലും കാണാം. സമയം നേരത്തെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗ്യത്തിന് വലിയ ട്രാഫിക്കില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു സിഗ്നലിനോട് കൂടി ആസാമിന് വിട പറയുന്നു. കുറച്ച് നേരത്തേക്ക് ഒന്ന് മേഘാലയ വരെ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് ആസാമിലേക്ക് വരാം. ഒന്നുമില്ല, മേഘാലയയിൽ കയറുന്നു, കുറച്ച് ദൂരം ഒന്നുമില്ല, വെറും ഹൈവേ കേട്ടോ. നമ്മൾ മേഘാലയയിൽ എവിടെയും പോകുന്നില്ല. ഒന്ന് ഹൈവേ കയറും, കുറച്ച് ദൂരം പോവും, തിരിച്ച് ഇതേ വഴി നമുക്ക് ഇന്ന് ആസാമും കഴിഞ്ഞ് ബംഗാൾ. ഒരു ദിവസം 3 സ്റ്റേറ്റ്. അപ്പോൾ കുറേ ദിവസമായി അങ്ങനത്തെ ഒരു റൈഡ് ചെയ്തിട്ട്. നമ്മൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നായിരിക്കും ആസാം, മേഘാലയ, റിട്ടേൺ ആസാം, ബംഗാൾ. അത്രയും ക്രോസ് ചെയ്യും ഇന്ന് ഹോപ്പ്ഫുള്ളി. മേഘങ്ങളുടെ ആലയമാണല്ലോ മേഘാലയം. ഫുൾ മലനിരകളാണ് മേഘാലയം. അതിൽ ഇങ്ങനെ മേഘം മുട്ടി നിൽക്കുന്നു. അങ്ങനെയാണ് പേര് വരുന്നത്. നമ്മളെ ബോർഡർ കയറുകയാണ്. ഹെയർ പിൻ വളഞ്ഞ റോഡുകൾ. ഈ മേഘാലയ ബോർഡർ കടന്നിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ മേഘാലയാണ്. ഓക്കെ, കുറച്ച് ദൂരം പോയി റിട്ടേൺ വരാം. റോഡ് മോശമാണ്. അവിടെ ഭാരത് പെട്രോളിയം പമ്പ് കണ്ട് യൂ-ടേൺ എടുത്ത് പമ്പിൽ കയറാം. അപ്പോൾ തുടക്കത്തിനുള്ള മേഘാലയ. പെട്രോൾ അടിച്ചു 95 രൂപ പെട്രോളിന് കേട്ടോ ഇവിടെ. ഫുൾ ടാങ്ക് അടിച്ചു ആസ് യൂഷ്വൽ. ഇനി നമുക്ക് ജൽപൈഗുരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇന്ന് വൈകുന്നേരം എത്തേണ്ടത്. 430 കിലോമീറ്റർ ഉണ്ട്. സമയം 10:30. കണ്ടിന്യൂസ് വെച്ച് പിടിക്കാം. മഴ ഉണ്ടാവില്ല എന്ന് കരുതാം. മേഘാലയൻ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. വെറുതെ മേഘാലയ ബോർഡർ പോയി ഉള്ളിലേക്ക് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയി ഉണ്ടാവും. അത്ര തന്നെ. തിരിച്ചു മൊത്തത്തിലൊരു 6 കിലോമീറ്റർ ഓടി. ചീറ്റിംഗ്. ചുമ്മാ ഒരു സ്റ്റേറ്റ് പോയിന്ന് പേരിന് പറയാന്നേ ഉള്ളൂ. പേരിന് പെട്രോൾ അടിച്ചു. ഏതായാലും നമ്മളുടെ യാത്ര ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം.
20 ദിവസം കൊണ്ട് നാട്ടിലെത്താനാണ് വിചാരിക്കുന്നത്. ഒരു 3 ആഴ്ച. ഇന്ന് ജൽപൈഗുരി, ബംഗാൾ. നാളെ നമ്മളുടെ ജ്യോതിർലിംഗങ്ങളുണ്ടല്ലോ, അകത്ത് ഒരു 3 എണ്ണം ബാക്കിയുണ്ട്. അത് ഒരെണ്ണം ജാർഖണ്ഡിലാണ്. നാളെ ജാർഖണ്ഡിലെ ദേവ്ഗറാണ്. അവിടെ ബാബ ബൈദ്യനാഥ് ജ്യോതിർലിംഗം ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് കൊൽക്കത്ത ഒരു ദിവസം ഉണ്ടാവും. പിന്നീട് പുരി, ഭുവനേശ്വർ, പുരി, ഒഡീഷയിലെ അവിടെ ഒരു ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് പൾസറുകാരൻ്റെ പോക്ക് കണ്ടില്ലേ, എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. ഭുവനേശ്വർ കഴിഞ്ഞ് വിശാഖപട്ടണത്ത് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വിജയവാഡയിൽ നിന്ന് ശ്രീശൈലം, അവിടെ അടുത്ത ജ്യോതിർലിംഗം ശ്രീശൈലം മല്ലികാർജുനം. അവിടുന്ന് ശ്രീകാളഹസ്തി, അതും ആന്ധ്രയിലാണ്. അത് കഴിഞ്ഞ് ചെന്നൈ, കാഞ്ചീപുരം, ചിദംബരം കഴിഞ്ഞിട്ട് എവിടെയാണ്, തൃച്ചി, മധുരൈ, തഞ്ചാവൂർ, ധനുഷ്കോടി, രാമേശ്വരമായിരിക്കും നമ്മുടെ ഫൈനൽ ജ്യോതിർലിംഗം. അതോടെ 12 എണ്ണവും കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് അവിടുന്ന് കന്യാകുമാരി ആൻഡ് ദെൻ കൊച്ചി. അങ്ങനെയാണ് പ്ലാൻസ്. ഇടയിലൊക്കെ 1-2 സ്ഥലത്ത് ഒരു ദിവസം നിർത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും എല്ലാം കൂടി ഒരു 5000 കിലോമീറ്റർ ആവും. വേഗം ഒരിക്കൽ കൂടി ഗുവാഹട്ടി സിറ്റിയുടെ മുകളിൽ കൂടെ പറന്നു പോന്നു. നമുക്ക് നേരെയാണ് പോകേണ്ടത്. സിലിഗുറി റൂട്ട്, ബ്രഹ്മപുത്ര നദി കുറുകെ കടന്നുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ ബ്രഹ്മപുത്ര. ഒരു പക്ഷെ നമ്മളിനി ബ്രഹ്മപുത്രനെ കാണില്ല, അത് ബംഗ്ലാദേശിലേക്ക് ഒഴുകി പോകും. അത് മറ്റേ പാലത്തിലൂടെയാണ് പോകുന്നത്. ഈ പാലത്തിലൂടെ ബ്രഹ്മപുത്ര ഗുവാഹട്ടിക്ക് വിടാം. ബ്രഹ്മപുത്ര ഇതുവഴി അങ്ങനെ ബംഗ്ലാദേശ് കയറും. നമ്മളിനി കാണില്ല. ചിലപ്പോൾ പോകുന്ന വഴി സൈഡിൽ നിന്ന് എന്തെങ്കിലും കാണും, അല്ലാതെ ഇങ്ങനെ ഇനി ക്രോസ് ചെയ്യലൊന്നും ഉണ്ടാവില്ല. ഗുഡ് ബൈ ബ്രഹ്മപുത്ര. മറന്നു, അവിടെ ചായക്കടയിൽ വെച്ചിട്ട് ഒരു മലയാളി പ്രൊഫസറിനെ കണ്ടിരുന്നു. പ്രൊഫസർ ഒക്കം ടീച്ചർ, ആളൊരു അധ്യാപകനാണ് അരുണാചൽ പ്രദേശിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമൊക്കെ അവിടെ ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ അവിടെ ഭയങ്കര മഴയും ഉരുൾപൊട്ടലൊക്കെ ആയി നിൽക്കുകയാണ് അത്രേ. മൂപ്പര് ഇന്നലെ വന്നപ്പോൾ തന്നെ റോഡ് മുകളിൽ നിന്ന് ഇടിയുന്നുണ്ട്, പോകുന്ന റോഡിൻ്റെ അടിവശത്തു നിന്നും ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അത്രേ. അപ്പം ആ ഒരു ഭാഗത്ത് ഷെയർ ടാക്സി അദ്ദേഹത്തെ അവിടെ ഇറക്കി വിട്ടിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യണം അത്ര. ഇങ്ങനെ കല്ലുരുണ്ട് വീണുകൊണ്ടിരിക്കുക അത്ര കണ്ടിന്യൂസ്. അപ്പോൾ എന്നിട്ട് ഇപ്പുറത്തേക്ക് വന്ന എതിർ സൈഡിൽ നിന്ന്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന ടാക്സിയിലുള്ള ആൾക്കാരെല്ലാം നടന്ന് ക്രോസ് ചെയ്ത് ഈ സാറ് വന്ന ടാക്സിയിൽ കയറിപ്പോയി. സാറ് ഇവർ വന്ന ടാക്സിയിൽ, ഷെയർ ടാക്സിയിൽ കയറി കുറച്ച് ദൂരം ഇപ്പുറത്തേക്ക് വന്നു അത്രേ. കാരണം അങ്ങനെയാണ് അവിടെ മഴ എന്നാണ് പറയുന്നത്. അപ്പം ഒരു കണക്കിന് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ തോന്നിയത് നല്ലതായിരിക്കും, അറിയില്ല. ചിലപ്പം നമുക്ക് പല എക്സ്പീരിയൻസും മിസ്സായിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ഇനി സമയമില്ല. ഇനി ഞാൻ മനസ്സുകൊണ്ട് അതൊരു തീരുമാനം എടുത്തു. ഇനി സമയമില്ല, കാരണം ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിലെ 4-5 സ്റ്റേറ്റ് വേണ്ടാന്ന് വെച്ചു. മേഘാലയ ജസ്റ്റ് കയറി, ആസാം കുറച്ച് കണ്ടു, അത്ര തന്നെ. ഈ റോഡൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വന്ന അതേ വഴിയാട്ടോ. അതുകൊണ്ടാണ് കാര്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാത്തത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും വലിയ മഴയൊന്നുമില്ല. അതുകൊണ്ട് സുഖമായി പോകാൻ പറ്റുന്നുണ്ട്. റോഡ് കുറേയൊക്കെ നല്ലതാണ്. കുറേ സ്ഥലത്ത് ഈ ഗുവാഹട്ടി സൈഡിലേക്കൊക്കെ റംബിൾ സ്ട്രിപ്സ് ഉണ്ടാവും.
കടകടകടാന്ന് പറഞ്ഞിട്ട് പോവില്ല, ഇങ്ങനെ വര വര വര. അത് കുറേ അധികമാണ്. എനിക്ക് മനസ്സിലാവാത്തത് അത്രയധികം കൊണ്ട് വരയ്ക്കണമെങ്കിൽ പിന്നെ അവർ നല്ല ഹൈവേ ഉണ്ടാക്കി വെച്ചെന്തിനാണ്. കാരണം ഒരു 1/4 കിലോമീറ്റർ കൂടുമ്പോൾ ഈ സാധനം വരികയാണേ. അത് നമുക്ക് ഓടിച്ചു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയായിട്ട് തോന്നി. ആ വണ്ടിയുടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മെനക്കിട്ടത് വന്നുകൊണ്ടിരിക്കുക. അത് ഭയങ്കര മോശമായിട്ട് തോന്നി. എനിവേ ഇങ്ങോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ഹൈവേ ആണ്. ഇടയിൽ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പണി നടക്കുന്നതുകൊണ്ട് മാറി 2 ലൈൻ സിംഗിൾ ലൈൻ അങ്ങനെ ഡബിൾ ലൈനും സിംഗിൾ ലൈൻ മാറി മാറി വരും. ഏകദേശം വൈകുന്നേരം ഇരുട്ടാകുമ്പോഴേക്കും നമ്മൾ ലൊക്കേഷൻ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഏകദേശം നമ്മൾ 450 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടുന്നുണ്ടാവും. നോക്കാം. റെയിൽവേ നമ്മളങ്ങനെ ആസാമിൻ്റെ അവസാനത്തെ കിലോമീറ്ററുകൾ ഓടി തീർത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടിയും കഴിഞ്ഞാൽ ആസാമിന് വിടാം. പിന്നെ വെസ്റ്റ് ബംഗാളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ നിന്ന് വണ്ടി സൈഡാക്കിയതാണ്. നോക്കൂ, ആസാമിലെ വെറ്റ് ലാൻഡ്സ്. ചെറിയൊരു തോടാണ്. നോക്കൂ, പശു വെള്ളം കുടിക്കുന്നത്. ആഹാ, അതെ അതെ, കാല് സ്ലിപ്പാവും. കുട്ടി പശുവാ. ഒരെണ്ണം കാണാം. ഏതായാലും ഇത് അവിടെ കണ്ടില്ലേ, ഭൂട്ടാൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇനി ഭൂട്ടാനിലേക്കില്ല, ഇനി നാട്ടിലേക്ക്. വണ്ടി എഞ്ചിൻ ഓയിലൊക്കെ മാറി ഉഷാറാട്ടോ. ആകെ ചെയിൻ സ്പ്രോക്കറ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ ലൈഫ് ഏകദേശം ലൈഫ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ചെയിനിൻ്റെ ചില സൈഡ് കുറച്ച് എക്സ്ട്രാ വലിഞ്ഞ് ചില സൈഡ് അതേപോലെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം അത് കറങ്ങുമ്പോൾ ഇങ്ങനെ സൗണ്ട് വരാൻ കാരണം അതാണ്. അത് എല്ലാ ഭാഗത്തു നിന്നും അതിൻ്റെ സ്ലാക്ക് സെയിം അല്ല, ചില ഭാഗത്തു നിന്ന് വ്യത്യാസമുണ്ട്. അപ്പം അല്ലാതെ അതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ പല്ല് എപ്പോഴും കുറേയൊക്കെ ഇനി ഒരുപാട് ലൈഫുണ്ട്. ബ്രാസിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ് ഇത്, റോളോണിൻ്റെ. ഏതായാലും നാട് വരെ എത്തും എന്ന് വിചാരിക്കാം. അതേപോലെ ബാക്ക് ടയറും പല പല കട്ടകൾ ഇങ്ങനെ ഷേപ്പൊക്കെ മാറുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ബാക്ക് ടയറും ശരിക്കും ഏകദേശം അതിൻ്റെ ഒരു നല്ല ലൈഫ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം 15,300 കിലോമീറ്ററോളം ആയി. പ്ലസ് ഒരു 100 കിലോമീറ്റർ എന്തോ സംതിങ് ആണ് ആ ടയർ മാറ്റിയത്, ടയറും ചെയിൻ സ്പ്രോക്കറ്റും മാറ്റിയത്. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ടെറൈനിൽ കൂടെയാണ് നമ്മൾ ഓടിച്ചത് കേട്ടോ. അത് നോക്കണം. അമ്മാതിരി എക്സ്ട്രീം കണ്ടീഷൻസിലൂടെയാണ് നമ്മൾ ഈ ചെയിൻ സ്പ്രോക്കറ്റിനെയും ടയറിനെയും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതൊരു ഫാക്ടറാണ്. അപ്പം അതിലിത്രയും നല്ലവണ്ണം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നോർമൽ റോഡ് കണ്ടീഷനിലൊക്കെ വളരെ നന്നായിട്ട് പിടിച്ചു നിൽക്കും റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ്. പ്ലസ് MRF REVS D ഡുവൽ പർപ്പസ് റേഡിയൽ ടയർസ്, നല്ല ടയറാണ്. നാട് വരെ സുഖമായിട്ട് എത്തും, അത് കാര്യം. MRF അല്ലേ. യെസ്, ഞാൻ കാത്തു നിന്ന സ്ഥലം എത്തി. റോഡ് ക്ലോസ്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടിച്ച് കളിക്കാം. എന്തായാലും മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് ഭേദം. ട്രാഫിക്കും കമ്പാരിറ്റീവ്ലി കുറച്ച് കമ്മിയാണ്. എന്തായാലും വലിയ കുഴപ്പം കാണില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ആസാം ബോർഡറാണിത്. ആസാമിൽ നിന്ന് വിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചു കയറുകയാണ്. ഓക്കെ, അപ്പോൾ ആസാമിന് നന്ദി, ആസാമിലെ റോഡുകൾക്കും നന്ദി.
നാട്ടുകാർക്കും നന്ദി, എല്ലാവർക്കും നന്ദി, സന്തോഷം. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് വീണ്ടും തിരിച്ച്, അത് കഴിഞ്ഞ് നാളെ ജാർഖണ്ഡ് ഒന്ന് കയറും, വീണ്ടും തിരിച്ച് കൊൽക്കത്ത കയറുമ്പോൾ വീണ്ടും ബംഗാളാവും, വെസ്റ്റ് ബംഗാളാവും. ചെക്ക് പോസ്റ്റ്. ശ്രീരാംപൂർ, ഇതാണ് ചെക്ക് പോസ്റ്റിൻ്റെ പേര്. ശ്രീരാംപൂർ. ഇനി കുറേ ദൂരം കുറച്ച് കഴിഞ്ഞാൽ ചായത്തോട്ടം വന്നു തുടങ്ങും. പിന്നെ അങ്ങോട്ടേക്ക് കുറേ ദൂരം ചായത്തോട്ടം. ഈ ഒരു റൂട്ടിൻ്റെ ഒരു പ്രശ്നം അതാണ്, നല്ലൊരു ഫുൾ ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനത്തെ റോഡായിരിക്കും. റോഡുണ്ടാവും, കുറേ പാടം, കുറേ വെറ്റ്ലാൻഡ് ചതുപ്പ് പോലത്തെ ഇത്, കാട്. ടൗണൊക്കെ ചെറുത് എന്തെങ്കിലുമൊക്കെ വന്ന് പോകുന്നല്ലാതെ ചിലപ്പം നമുക്ക് സ്റ്റേ ചെയ്യാനേ അത്ര സുഖമുള്ളൊരു സ്ഥലം കിട്ടിയെന്ന് വരില്ല. കുറേ ദൂരം അങ്ങനെ. ഗുവാഹട്ടി വിട്ടതിന് ശേഷം അങ്ങനെ ഒരു നല്ല സ്ഥലം എൻ്റെ ഒരു ഓർമ്മയിലില്ല. കണ്ടിന്യൂസ് ഇങ്ങനത്തെ സ്ഥലമാണ് ആസാമിൽ. ഫസ്റ്റ് നോട്ടത്തിൽ അത്ര സുഖം തോന്നിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥലങ്ങളായിരുന്നു അധികവും. അവിടെ നിന്നാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ, എല്ലാം അങ്ങനെയല്ലേ. ആഹാ, ഒരു പുഴയും കൂടി. അങ്ങനെ ആസാമിന് വിട, ബംഗാളിന് എന്താ ഭംഗി. ഇനി നമ്മൾ കുറേ ദൂരം സിംഗിൾ ലൈൻ ഫോറസ്റ്റ് റോഡാണ്. സമയം 4:15. നമുക്കൊരു 120 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇടയിലൊക്കെ കാടായിരിക്കും എന്തോ അറിയില്ല. എന്തായാലും ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്ത വഴി തന്നെയാണ്, നല്ല റോഡാണെന്ന് മാത്രം അറിയാം. അങ്ങനെ പോവാം. പക്ഷേ ഈ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അവർ എസ്റ്റിമേറ്റ് ഇട്ടൊരു സ്ഥലം കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ താമസ സൗകര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അത് നോക്കാം. ആഹാ, ആകാശം കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. സമയം 4:25 ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ അസ്തമയമായി. ദൂരെ കാണുന്നില്ലേ ഹിമാലയം, ഭൂട്ടാൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അത്. നമ്മളങ്ങനെ ഒരിക്കൽ കൂടി ഹിമാലയം കണ്ടുകൊണ്ട് നമുക്ക് ഈ ദിവസം അവസാനിപ്പിച്ച് ഹിമാലയത്തിന് വിട പറയാം. ഇനി കാണില്ല നമ്മൾ ഹിമാലയം ഈ യാത്രയിൽ. താഴേക്ക് പോവുകയാണ്, ജാർഖണ്ഡ് സൈഡിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി ഇതാ ദൂരെ കണ്ടില്ലേ. നമ്മളൊന്ന് ഇവിടെ കയറി പെട്രോൾ അടിച്ചു. ബംഗാളിൽ 107 രൂപ, മേഘാലയയിൽ 95, 12 രൂപയുടെ വ്യത്യാസം. രാവിലെ ഫുൾ ടാങ്ക് അടിച്ചതാ. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 10 ലിറ്റർ 10.07 ലിറ്റർ പെട്രോൾ ഇപ്പം അടിച്ചു. നമ്മുടെ ഓഡോമീറ്റർ റീഡിങ് 353 കുറേ നാൾക്ക് ശേഷമാണ് 35 മൈലേജ് കിട്ടുന്നത്. നല്ല മൈലേജ് കേട്ടോ, നല്ല റോഡായിരുന്നല്ലോ, അങ്ങനെ തന്നെ നമ്മൾ ഓടിച്ച് വന്നതും, അതുകൊണ്ട് നല്ല മൈലേജും കിട്ടി. ഇതല്ലേ നമ്മുടെ ജയ്ഗാവൺ ബോർഡറാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും, അതായത് ഗുവാഹട്ടി പോകുമ്പോഴും ഈ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു നല്ല ഉറപ്പിലാണ് ഇപ്പോഴും അതിൽ തന്നെ കയറി അടിച്ചത്. ഈ റൈറ്റ് കണ്ടില്ലേ, ഈ റൈറ്റാണ് ഭൂട്ടാൻ ബോർഡറിലേക്കുള്ള റോഡ്, ജയ്ഗാവൺ. നമ്മൾ പോയില്ലേ, നോക്ക് ആകാശം എന്താ ഭംഗി. നമുക്കിനി ഒരു 82 കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ. എന്തായാലും നോക്കാം. വാവ്, ആകാശം സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. വാവ്.
ഇത് നോക്ക്, എന്ത് വ്യൂവാ. വാ, ആ കളറിങ്ങനെ മാറിപ്പോകുന്നത് കാണുന്നില്ലേ? ഓ, സിന്ദൂരത്തിന്റെ നിറം. ആഹാ, വെസ്റ്റ് ബംഗാളിലെ കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള സൂര്യാസ്തമയം. ആ, ഇത് നോക്ക്, ഓറഞ്ച് കളർ. ആഹാ, എന്താ ഭംഗി. എത്ര നേരത്തെ 5 മണി ആവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുക. ഓ, എന്താ ഭംഗി.